നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് എന്ന് തുടങ്ങുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് ഉണ്ട്. ഏകദേശം അതുപോലെ തന്നെയാണ് മാർക്കറ്റിൻ്റെ അവസ്ഥ. എന്തൊക്കെയാണ് ഈ മാർക്കറ്റിൽ നടക്കുന്നത്? മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുന്നു, മാർക്കറ്റ് റാലി ചെയ്യുന്നു, മാർക്കറ്റ് ഇടിയുന്നു, ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം മാർക്കറ്റ് വളരെ അഗാധമായ രീതിയിലേക്ക് മാർക്കറ്റ് ഫോൾ ആകുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. അതും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെ ഇന്ന് നമുക്കുണ്ടായി. എങ്കിൽ കൂടിയും നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് കാണാം. യെസ്റ്റർഡേ ക്ലോസിൽ നിന്ന് വലിയൊരു ഗ്യാപ്പ് അപ്പോടെ നിഫ്റ്റി ഏകദേശം 100 പോയിൻ്റ് ഗ്യാപ്പ് അപ്പോടെ നിഫ്റ്റി 22,800 അത് റെസിസ്റ്റൻസ് എടുത്തു. അതിനുശേഷം ഒരൊറ്റ പൊട്ടലായിരുന്നു നിഫ്റ്റി. ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 441 പോയിൻ്റ് അഥവാ ഏകദേശം 2% ഇടിവ് രേഖപ്പെടുത്തി. പേരിന് ചെറിയൊരു റിക്കവറി രേഖപ്പെടുത്തി 22,456 നിഫ്റ്റി ഇപ്പോൾ വിശ്രമിക്കുന്നത്. എന്തായിരുന്നു നമ്മൾക്ക് ഇന്നുള്ള ഒരു പ്രശ്നം? ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇടിയാനായിട്ടുള്ള കാരണം നമ്മൾ തേടി പോകേണ്ട കാര്യമില്ല. കാരണം ഏറ്റവും ആദ്യം നമുക്കറിയാം, ഈ ഇലക്ഷൻ്റെ റിസൾട്ടിന് മുമ്പ് 5 വർഷം ഇടവേളകളിൽ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിന് മുമ്പ് തന്നെ മാർക്കറ്റ് വലിയ രീതിയിൽ വോളറ്റൈൽ ആകുമെന്ന് നമ്മൾ എത്രയോ കാലം മുമ്പേ നമ്മൾ ന്യൂസ് ചാനലിൽ ഡിസ്കസ് ചെയ്ത് പോരുന്നുണ്ടല്ലേ. എന്നാൽ പിന്നെ ഏതൊക്കെ ദിവസമാണ് വോളറ്റൈൽ ആകുന്നത് എന്ന് നിങ്ങൾ പറയാൻ എന്നോടത്ത് ആരും ചോദിച്ചാൽ നമുക്ക് അങ്ങനെ കൃത്യമായ ദിവസങ്ങളൊന്നുമില്ല അങ്ങനെ ഈ ദിവസം വോളറ്റൈൽ ആകുമെന്ന് പറയാനായിട്ട്. പക്ഷേ ഇലക്ഷന് മുമ്പ്, റിസൾട്ടിന് മുമ്പ് വോളറ്റിലിറ്റി ഉണ്ടാകും, ഇന്ത്യ വിക്സ് ഒക്കെ സ്പൈക്ക് ആകുമെന്ന് നമ്മൾ കണ്ടിരുന്നു. ഇന്ത്യ വിക്സിലേക്ക് ആദ്യം എത്താം. ഇന്ത്യ വിക്സ് 7 ദിവസം മുമ്പ് ഇന്ത്യ വിക്സ് 10-ൽ താഴെയായിരുന്നു, ഏകദേശം 9.9. 7 ദിവസം കൊണ്ട് 46% സ്പൈക്ക് ചെയ്ത് ഇപ്പോൾ ഇന്ത്യ വിക്സ് എത്തി നിൽക്കുന്നത് 14-ലാണ്. ഇന്ന് സ്വാഭാവികമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത് ഒരു ശക്തമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ബാങ്ക് എക്സ്, സെൻസെക്സ്, HDFC ബാങ്ക് ഒക്കെ ശക്തമായിട്ടുള്ളൊരു 1% അടുത്തൊക്കെ ഒരു ഫോൾ രേഖപ്പെടുത്തി. ഇന്ന് ഒരു ഈവൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈവൻ്റ് ഉണ്ട്. യുഎസിൽ നിന്ന് നോൺ ഫാം പേറോൾ ഡേറ്റ വരുന്നുണ്ട്. പക്ഷേ അതാണോ കാരണം? US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 250 പോയിൻറ്റിൻ്റെ അപ്സൈഡിലാണ് ഇപ്പോഴും US ഫ്യൂച്ചർ ഉള്ളത്. അത് അല്ലാതെ US വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. US ഉള്ള ആളുകൾക്കില്ലാത്ത ആ ഒരു നോൺ ഫാം പേറോളിനെ പറ്റിയിട്ടുള്ള വറീസ് നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണല്ലോ. ഈവൻ US ഒരു പുതിയ വൈറസ് ഉണ്ടായിട്ടുണ്ട്. അത് വൈറസ് കൂടുതൽ ബാധിതർ ആകുന്നുണ്ട്. പക്ഷേ അതും സ്റ്റിൽ US മാർക്കറ്റിൽ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. RBI ബജാജ് ഫിനാൻസിൻ്റെ എല്ലാം തന്നെ റെസ്ട്രിക്ഷൻസ് എടുത്തു കളഞ്ഞു. അവരുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ എടുത്തു കളഞ്ഞു. ബജാജ് ഫിനാൻസിൽ ഇത് ഓൾറെഡി തന്നെ വിസിബിളായി 5% ഒരു ഗ്യാപ്പ് അപ്പിലാണ് ബജാജ് ഫിനാൻസ് ഓപ്പൺ ആയിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ഒരു ഇടിവിൽ ഈ 5% ഗെയിനും ബജാജ് ഫിനാൻസിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയി പോയി എന്നുള്ളതാണ് വാസ്തവം. ചാർട്ട് നോക്കാൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഫാർമ സെക്ടറുകളെല്ലാം തന്നെ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന്. കൂടാതെ തന്നെ ടയർ കമ്പനീസ് MRFൻ്റെയും സിയേറ്റിൻ്റെയും റിസൾട്ട് മോശമായിരുന്നു. അപ്പോൾ ടയർ കമ്പനീസ് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ഇന്ന് അജന്ത ഫാർമ അവരുടെ Q4 റിസൾട്ട് വന്നു, മികച്ച റിസൾട്ട്. കൂടാതെ തന്നെ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ അജന്ത ഫാർമയിൽ ഒരു ബൈങ് കണ്ടു. MRFൻ്റെ റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ 7% നെറ്റ് പ്രോഫിറ്റിൽ കുറവ് രേഖപ്പെടുത്തി. എന്നാലും കമ്പനി 194 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഏകദേശം ഒരു 1 ലക്ഷം രൂപയിൽ മുകളിൽ ആണ് സ്റ്റോക്കിൻ്റെ വില ഉള്ളത്. സ്വാഭാവികമായിട്ടും 194 രൂപ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഡിവിഡൻഡ് അല്ല സ്റ്റോക്കിൻ്റെ പ്രൈസിനെ സംബന്ധിച്ച്. നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ നിന്ന് 172 പോയിൻറ്റ്, സെൻസെക്സ് 732 പോയിൻറ്റ്, നിഫ്റ്റി ബാങ്ക് 307 പോയിൻറ്റിൻ്റെ ഒരു ഇടിവുണ്ടായി. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. അതുകൊണ്ട് തന്നെ സെൻസെക്സിൽ ഒരു കൊളാട്രൽ ഡാമേജ് തന്നെയാണ് സെൻസെക്സിൽ ട്രേഡ് ചെയ്ത ആളുകൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. നിഫ്റ്റിയിൽ കോൾ ഇന്ത്യ 4.5%, ഗ്രാസിം 1.5%, ONGC 1%, ഡോക്ടർ റെഡ്ഡി 0.5%, 1% അടുത്ത്, ഹിൻഡൽകോ 1% അടുത്ത് റാലി രേഖപ്പെടുത്തിയപ്പോൾ LNT 2.5%, മാരുതി സുസുക്കി 2.25%, നെസ്ലെ 2%, റിലയൻസ് 2.5%, ഭാരതി എയർടെൽ 2%ൻ്റെ ഒരു വലിയൊരു ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 59,000, ഗോൾഡ് $6 ഇടിഞ്ഞ് 2,297 എന്ന നിലയിലാണ്. 2,400 വരെ പോയ ഗോൾഡ് ഇപ്പോൾ ഏറെക്കുറെ വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് ഉള്ളൊരവസ്ഥയിലാണ് ഗോൾഡ് ഉള്ളത്. ബ്രന്റ് ഓയിൽ $84 പെർ ബാരൽ,
ഓസ്ട്രേലിയ പോസിറ്റീവിൽ അടച്ചു, ചൈന ഫ്ലാറ്റാണ്, കൊറിയ ഫ്ലാറ്റായിരുന്നു, നിക്കി ഫ്ലാറ്റായിരുന്നു. ഡോ ഫ്യൂച്ചർ 278 പോയിൻറ്റ് ശക്തമായ റാലി. ഇന്ത്യ വിക്സ് ഇന്ന് 9% സ്പൈക്ക് ചെയ്ത് 14.61. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റായിട്ടുള്ള ജർമ്മൻ, ഫ്രാൻസ്, UK മാർക്കറ്റുകൾ പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ കണ്ടത് എന്താ? US മാർക്കറ്റ് 278 പോയിൻറ്റിൻ്റെ ഒരു ഗെയിനിലാണുള്ളത്. അവിടുത്തെ നോൺ ഫാൺ പേറോൾ ഡേറ്റ കാരണമാണോ ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുള്ളത്? അല്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ ഇന്ന് നമുക്ക് ലോക്കൽ ആയിട്ടുള്ള ക്യൂസുകൾ ഇലക്ഷന് മുമ്പുള്ള ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കണ്ടിട്ടുള്ളത്. ഇനി US മാർക്കറ്റിൽ ഇന്ന് എന്തുകൊണ്ടാണ് US ഫ്യൂച്ചർ ഇത്ര അപ്പായിട്ടുള്ളത്? ആപ്പിൾ സ്റ്റോക്ക് എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ ഓൾറെഡി 6% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിലെ സ്റ്റോക്കിൻ്റെ വാല്യൂസ് നോക്കാം. എൻവിഡിയ, ഗൂഗിള്, ആപ്പിള് എല്ലാം കാണാം നിങ്ങൾക്ക്. ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റിൽ ആപ്പിൾ 6% റാലി എന്ന് പറയുമ്പോൾ നാസ്ഡാക്കിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു കമ്പനിയാണ് 6% റാലിയിൽ ഉള്ളത്. ഇനി സ്റ്റോക്കുകളുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ടാറ്റ ടെക്നോളജി സ്റ്റോക്ക് ഇവർ ഡിവിഡൻഡ് 10 രൂപ പ്രഖ്യാപിച്ചു. നെറ്റ് പ്രോഫിറ്റ് 27% ഉയർച്ച രേഖപ്പെടുത്തി. അദാനി ഗ്രീൻ നെറ്റ് പ്രോഫിറ്റ് 70% ഇടിഞ്ഞു. ബജാജ് ഓട്ടോ അവരുടെ പുതിയ പൾസർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. തുടങ്ങിയ ഒരുപാട് ന്യൂസ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നില്ല. കാരണം പല ആളുകളും വളരെ വലിയ രീതിയിലൊരു പാനിക് സെല്ലിങ് കണ്ട് ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമ്മൾ വിശദമായിട്ടുള്ള സ്റ്റോക്ക് ന്യൂസൊക്കെ ഉൾപ്പെടുത്തി ഞായറാഴ്ച ദിവസം നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് ഔട്ട്ലുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിലൊക്കെ ഉള്ള പ്രധാന ഈവൻറ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു വീക്കെൻഡ് ദിനം ആശംസിക്കുന്നു. മാർക്കറ്റിൽ ലാഭനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ ഗെയിമാണ്. അപ്പോൾ ഇതിലുപരി ഇതൊക്കെ ഇങ്ങനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകം കാരണങ്ങൾ തേടിപ്പോയാൽ നമുക്ക് ഒരുപാട് കാരണങ്ങൾ കിട്ടിയേക്കാം. പക്ഷേ നമുക്ക് ഒരു ഇൻട്രാഡേ ട്രേഡറിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇൻട്രാഡേ ഓപ്ഷൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് അന്നന്ന് മാർക്കറ്റിലുണ്ടാകുന്ന ലോക്കൽ ക്യൂസുകൾ നമ്മൾ അറിയുന്നത് പിന്നീടായിരിക്കും. അതെല്ലാം തന്നെ ചാർട്ടിൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാനും അത് ചാർട്ട് വഴി അനലൈസ് ചെയ്യാനും അതല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇടാനും ഒക്കെ ശ്രമിക്കുക. കാരണം ഇന്നത്തെ മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് ഇടുന്ന ആളുകൾക്കൊക്കെ പ്രശ്നമില്ലാത്ത രീതിയിൽ ഇറങ്ങി പോകാൻ പറ്റിയൊരു മാർക്കറ്റാണ്. അല്ലാതെ ഒരു സിംഗിൾ ഡേ ക്യാൻഡിൽ 200 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ഗ്രാജുവൽ ഫോൾ ആയിരുന്നു. വേണമെങ്കിൽ ഇറങ്ങി പോകാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് ഇന്ന് തന്നു. ബലം പിടിച്ച് നിൽക്കുന്ന ആളുകളാണെന്ന് ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിവേ വളരെ ശക്തമായിട്ടാണ് മാർക്കറ്റ് വോളറ്റിലിറ്റി ആകുന്നത്. നമുക്ക് ഇത് റിക്കവർ ചെയ്യണം, നമുക്കിത് മുന്നോട്ട് പോകണം, ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കണം. ഇതെല്ലാം മാറും, ശാന്തമായിട്ട് വീണ്ടും തിരിച്ചെത്തും. ഒരിക്കലും ഒരു നെഗറ്റീവായ രീതിയിൽ നമ്മൾ മാർക്കറ്റിനെ സമീപിക്കേണ്ട. ഇതെല്ലാം ഇതിൻ്റെ പാർട്ട് ഓഫ് ദ ഗെയിമാണ്. അതെല്ലാം അതിൻ്റെ ഒരു സ്പിരിറ്റിൽ എടുക്കുക. നഷ്ടങ്ങളൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വീക്കെൻഡ് ദിനം ആശംസിക്കുന്നു. കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം.